കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല ചാലിശ്ശേരിയിൽ തിരിതെളിഞ്ഞു. സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്ത്രീപക്ഷ നവകേരളമാണ് ലക്ഷ്യമെന്നും മതനിരപേക്ഷതയിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് കേരളീയരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10 ദിവസം നീളുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കാണ് തുടക്കമായത്. സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ, മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഈ മാറ്റം? അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും, പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത്. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി നാം കാണുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ പലയിടങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ ക്രിസ്മസ് ദിനത്തിൽ കേക്കും കൊണ്ടുപോയാൽ അതിനൊന്നും പരിഹാരമാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ദേവാലയങ്ങളിൽ കയറി ആക്രമിക്കുന്നു, പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, പലരും കള്ളക്കേസിൽപ്പെടുന്നു. ഇതെല്ലാം ചെയ്യുന്നവർ ഇവിടെ ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ കേക്ക് കൊണ്ടുവന്നാൽ അത് മറ്റുള്ളതിനൊന്നും പരിഹാരമല്ല എന്ന് തുറന്നു പറയുന്നിടത്താണ് അവരെത്തിയത്. മന്ത്രി എം. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായിരുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദാനി MP എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള പുരസ്കാരവും മുഖ്യമന്ത്രി സമ്മാനിച്ചു. ജനുവരി 11 വരെയാണ് സരസ് മേള. കൈരളി ന്യൂസ്, പാലക്കാട്.